നമസ്കാരം. പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാൻ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ, ചുവടുകൾ പിഴയ്ക്കാതെ മോദി ഉഗ്രൻ നീക്കങ്ങളാണ് നടത്തുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചടുലമായ സമകാലികമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. രാജ്യത്തിന്റെ കുതിപ്പിനായി, മാറ്റത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അഗ്നിപഥ്. ഏറെ വിമർശനങ്ങൾക്കും മറ്റും വിധേയമായെങ്കിലും ചില കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സൈനിക വ്യാവസായിക ഭീമനായ ചൈന അവരുടെ സൈന്യത്തിൽ ഒന്നിലധികം പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം ദശാബ്ദങ്ങളിൽ ഇന്ത്യയുടെ പുരോഗമന പരിഷ്കാരമായ അഗ്നിപഥ് പദ്ധതി ഒഴിച്ചുകൂടാനാകാത്ത വിവാദങ്ങളിൽ മുങ്ങുകയും ചെയ്തു. ഇന്ത്യൻ സേനയിലെ ഒരു നിർണായക വഴിത്തിരിവ് തന്നെയായിരുന്നു അഗ്നിപഥിന്റെ വരവ്. സ്കീം പൂർണ്ണമായും യുക്തിസഹവും നന്നായി ചിന്തിച്ചതുമാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രം ആവശ്യമാണ് എന്നതൊഴിച്ചാൽ ഇന്ത്യൻ സായുധ സേനയെ ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലായി മാറ്റുന്ന ഗുണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ യോദ്ധാവിന്റെ വഴിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിവുണ്ട് എന്നതും അടിവരയിട്ട് പറയണം. ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അഗ്നിപഥിന്റെ മുഖ്യ ഘടകം അതിന്റെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡമാണ്. ഇതനുസരിച്ച് പരമാവധി 25% അഗ്നിവീർ സ്കീമിന് കീഴിലുള്ള റിക്രൂട്ട്മെന്റ് റെഗുലർ ഫോഴ്സിലേക്ക് ലയിക്കും. ശേഷിക്കുന്ന 75% സിവിലിയൻ ഫോൾഡിലേക്ക് മടങ്ങും. അവിടെ നിന്ന് അവരെ സംസ്ഥാന, കേന്ദ്ര പോലീസ് സേനകൾ, അർദ്ധസൈനിക സേനകൾ അല്ലെങ്കിൽ പൊതു സ്വകാര്യ സംഘടനകൾ എന്നിവയ്ക്ക് റിക്രൂട്ട് ചെയ്യാം. സ്കീമിന്റെ എതിരാളികൾക്ക് ഇതൊരു തുറപ്പുചീട്ടായിരുന്നു. കാരണം ഇന്ത്യൻ സായുധ സേനയെ പരമ്പരാഗതമായിട്ടൊരു തൊഴിൽ ജനറേറ്ററായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും അഗ്നിപഥ് സൈനികർക്ക് അവരുടെ ഭാവിയിലെ ജോലിയുമായി ഏറ്റവും അനുയോജ്യമായ റിക്രൂട്ട്മെന്റിനെ നിലനിർത്താനുള്ള വഴക്കം നൽകുന്നുണ്ട്. അതേസമയം അതിന്റെ മൊത്തത്തിലുള്ള പ്രായപരിധി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സായുധ സേനയിലെ ശരാശരി പ്രായം 32 ആഗോള ശരാശരി 26-നെതിരെ സൈനിക അച്ചടക്കം, സൗഹൃദം, സ്വാശ്രയത്വം എന്നിവയുടെ വ്യാപനമായ അതിന്റെ സമഗ്രമായ കാഴ്ചപ്പാട് എടുത്തു പറയേണ്ടതുണ്ട്. ചൈനയുമായി ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ മനുഷ്യശക്തിയും ആധുനികവൽക്കരണവും തമ്മിലുള്ള കാര്യകാരണത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ താരതമ്യം പ്രധാനപ്പെട്ട വസ്തുതകൾ പുറത്തെടുക്കാൻ അത്യാവശ്യം തന്നെയാണ്. 2049 പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ലോകോത്തര സൈന്യമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സൈനിക പരിഷ്കാരങ്ങൾ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കീഴിൽ ചൈന ആരംഭിച്ചിട്ടുണ്ട്. ഒരു പുതിയ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കുക, പ്രാദേശിക കമാൻഡുകളെ തിയേറ്റർ കമാൻഡുകളാക്കി മാറ്റുക, 3 പുതിയ സേനകളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സ് SSF പോലെയുള്ള പിന്തുണ ഘടനകൾ സ്ഥാപിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2015 സെപ്റ്റംബറിൽ PLAയിൽ നിന്ന് 3 ലക്ഷം പേരെ വൻതോതിൽ വെട്ടിക്കുറച്ചതായി ഷീ ജിൻപിങ് പറഞ്ഞിരുന്നു. പരമ്പരാഗത കരാധിഷ്ഠിത പോരാട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി സ്വയംഭരണ സംവിധാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിലൂടെ ബുദ്ധിപരമായ ഒരു യുദ്ധരീതിയിലേക്ക് മാറുക എന്നതായിരുന്നു ഉദ്ദേശം. സേനയിലെ കുറവ് സാങ്കേതിക വിദ്യയുടെയും അതിന്റെ അനുബന്ധ മനുഷ്യശക്തിയുടെയും ചിലവ് നികത്താൻ സഹായിച്ചു. സാങ്കേതിക വിദ്യയും മനുഷ്യശക്തിയും തമ്മിലുള്ള ഒരു വടംവലി തന്നെയാണ് സൈനിക നവീകരണം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 70 വർഷത്തിനിടയിലെ ഏറ്റവും പുരോഗമനപരമായ പരിഷ്കാരങ്ങളിൽ ഒന്നായ അഗ്നിപഥ് ആരംഭിച്ച ഒരു സമുചിതമായ മിശ്രിതം ഉറപ്പാക്കാൻ മനുഷ്യശക്തിയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ വീക്ഷണം ശ്രദ്ധാപൂർവവും ചലനാത്മകവുമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഗ്നിപഥ് പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതി ദേശീയ സുരക്ഷാ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ്. അത്യാധുനിക ആയുധ സംവിധാനങ്ങളും പ്ലാറ്റ്ഫോമുകളും കൈകാര്യം ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ശോഭയുള്ള സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യം ഈ പരിഷ്കാരത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും അഗ്നിപഥ് പദ്ധതി പ്രകാരം വിഭാവനം ചെയ്യുന്ന മനുഷ്യശക്തി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അഗ്നിപഥ് പദ്ധതി വഴി വെട്ടിക്കുറച്ച തൊഴിൽ നമ്പറുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ നിന്ന് മാറി സായുധ സേനയുടെ മനുഷ്യശക്തി ഒപ്റ്റിമൈസ് ചെയ്തതിനും അവരുടെ സാങ്കേതിക പരിധി വർദ്ധിപ്പിക്കുന്നതിനുമിടയിൽ ശ്രദ്ധാപൂർവമായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക, സിദ്ധാന്തപരവും സംഘടനാപരവുമായ പരിഷ്കാരങ്ങൾ സ്വീകരിക്കുക, സായുധ സേനയുടെ അമിതമായ മനുഷ്യശക്തി കുറയ്ക്കുക എന്നിവയിലായിരിക്കണം ഇപ്പോഴത്തെ ഊന്നലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.